ഞാൻ ഉപയോഗിക്കുന്ന ഐഫോൺ 13 മിനിക്ക് വേണ്ടിയിട്ട് ചില ലെതർ ഫിനിഷുള്ള കേസുകൾ കുറച്ച് നാൾ മുമ്പ് വാങ്ങിയിരുന്നു. ഞാനൊരു 6 മന്ത്സ് ഉപയോഗിച്ചിട്ട് അതിന്റെ റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴാണ് കേസിന്റെ യഥാർത്ഥ രൂപം ഇതേപോലെ ആയത്. അതിനുശേഷം ഞാനൊരു തീരുമാനമെടുത്തു, എന്ത് പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്താലും ഒരു 5 to 6 മന്ത്സ് എങ്കിലും യൂസ് ചെയ്തിട്ട് മാത്രം റിവ്യൂ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഐഫോൺ 16 വാങ്ങിയതിനു ശേഷം ഉപയോഗിക്കുന്ന ചില കേസുകളും അതിന്റെ യഥാർത്ഥമായ ഒപ്പീനിയനുമാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഇത് കേപ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇമ്പാക്ട് ആർമർ മാക്സേഫ് കേസാണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുറകുവശം കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. കാരണം ഇതൊരു സ്കിന്നാണ്. ഇപ്പോൾ ഉദാഹരണം ഞാനിവിടെ ഒരു വുഡൻ ഫിനിഷ് ഉള്ള സ്കിന്നാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല, മറ്റൊരു ഡിസൈൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ട്രാൻസ്പെറന്റ് ഫിനിഷിലുള്ള കേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു ട്രാൻസ്പെറന്റ് മെറ്റീരിയലിന്റെ മറ്റൊരു പ്രത്യേകത ഇതൊരിക്കലും യെല്ലോയിഷ് ആകില്ല എന്നുള്ളതാണ്. ഇതിന്റെ പുറകിലായിട്ട് പോളികാർബണേറ്റ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ വശത്തായിട്ട് TPU മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി അബ്രാസീവ് റെസിസ്റ്റൻസ് നമ്മുടെ ഡേ ടു ഡേ ഹാൻഡ്ലിംഗ് ഒക്കെ ഏറ്റവും നല്ലതാണ്. നല്ലൊരു ഗ്രിപ്പും ഇത് നൽകുന്നുണ്ട്. കേസിന്റെ ഉള്ളിലായിട്ട് ഈ കോർണേഴ്സിൽ ഓറഞ്ച് കളറിൽ കാണുന്നത് പ്ലാസ്റ്റിക്കിന്റെ റബ്ബറിന്റെ ഒരു മിക്സ് ആയിട്ടുള്ള TPE മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ 10 ഫീറ്റ് ഡ്രോപ്പ് പ്രൊട്ടക്ഷനും ഈ ഒരു കേസ് അവകാശപ്പെടുന്നുണ്ട്. ഈ ഒരു കേസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഫ്രണ്ടിലെ സ്ക്രീനും പുറകിലെ ക്യാമറയൊക്കെ ഒരുവിധം നന്നായി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ തന്നെ പൂർണ്ണമായിട്ട് ക്ലിയർ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ കേസും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതും ഇതുവരെയും യെല്ലോയിഷ് ആയിട്ടില്ല. ഇവരുടെ പ്രോമിസ് എന്ന് പറയുന്നതും ഇത് യെല്ലോയിഷ് ആകില്ല എന്നുള്ളത് തന്നെയാണ്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്.